കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ട് വന്ദേമാതര വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ തർക്കങ്ങൾ കെട്ടടങ്ങും മുൻപാണ് നിയമസഭയിലും വന്ദേമാതരം വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെച്ചിരിക്കുന്നത്. നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം ആലപിച്ചപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഇടപെട്ട് അത് ആദ്യത്തെ 2 വരികളിൽ മാത്രമായി ചുരുക്കിയതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുള്ളത്. ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ അർലേക്കർ തന്നെ പരസ്യമായി രംഗത്തെത്തി. എന്തുകൊണ്ട് വന്ദേമാതരം മുഴുവനായി പാടിയില്ല എന്ന് താൻ സ്പീക്കറോട് നേരിട്ട് ചോദിച്ചതായും ഗവർണർ വ്യക്തമാക്കി. ഈ നടപടി ദേശീയ ഗീതത്തോടുള്ള അവഹേളനമാണെന്ന് BJP കുറ്റപ്പെടുത്തുമ്പോൾ വന്ദേമാതരം മുഴുവനായി ആലപിക്കേണ്ടതില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാദം. ആദ്യ 2 ഭാഗങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയാകുമെന്നും ഗാനം മുഴുവനായി പാടിക്കുന്നത് RSSന്റെ അജണ്ടയാണെന്നും ആലാപന സമയത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്താണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നിയമവശങ്ങളും പ്രോട്ടോകോൾ നിർദ്ദേശങ്ങളും? വന്ദേമാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണരൂപം ആലപിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് നൽകുന്ന അതേ ബഹുമാനം ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന രീതിയിൽ ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രമന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു. ഇത് പ്രകാരം വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ദേശീയ ഗാനവും വന്ദേമാതരവും തമ്മിലുള്ള നിയമപരമായ വ്യത്യാസങ്ങളെക്കുറിച്ച് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ 51A വകുപ്പ് പ്രകാരം ദേശീയ ഗാനത്തെ ആദരിക്കേണ്ടത് ഓരോ പൗരൻ്റെയും മൗലികമായ കടമയാണ്. എന്നാൽ വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും നിർബന്ധമായും എഴുന്നേറ്റ് നിൽക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന യാതൊരുവിധ നിയമപരമായ ബാധ്യതയും ഭരണഘടനയിലില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വന്ദേമാതരം പാടാൻ ഒരാളെയും നിയമപരമായി നിർബന്ധിക്കാൻ കഴിയില്ലെന്നും ഉത്തരവിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പുതുതായി നിശ്ചയിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണറുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണരൂപം നിർബന്ധമായും ആലപിച്ചിരിക്കണമെന്നാണ്. പുതിയ കേന്ദ്ര നിർദ്ദേശങ്ങൾ പ്രകാരം ഔദ്യോഗിക ചടങ്ങുകളുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിനായി വന്ദേമാതരം ആലപിക്കുന്ന സമയം മുഴുവൻ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മര്യാദ പ്രകടിപ്പിക്കുന്നത് ഒരു ഭരണപരമായ കീഴ്വഴക്കമായി നിശ്ചയിച്ചിരിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ നിലനിൽക്കുന്നതിനാൽ ഇതിൻ്റെ പേരിൽ വ്യക്തികൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സാധ്യമല്ലെങ്കിലും ഒരു ഔദ്യോഗിക സർക്കാർ ചടങ്ങിൽ കേന്ദ്രത്തിൻ്റെ പുതിയ പ്രോട്ടോകോൾ പാലിക്കാൻ സംസ്ഥാന ഭരണകൂടങ്ങൾ ബാധ്യസ്ഥരാണ്. കേന്ദ്രത്തിൻ്റെ പുതിയ പ്രോട്ടോകോളും സുപ്രീം കോടതിയുടെ മുൻകാല വിധിയും ഉയർത്തുന്ന നിയമപരമായ വശങ്ങളാണ് വിവാദത്തോടെ വീണ്ടും ചർച്ചയാകുന്നത്.